ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇത് കണ്ടോ, നല്ല ചൂട് മീൻകറിയും ചോറും അല്ലെങ്കിൽ കപ്പയും ഒക്കെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേര മീനാണ്, 1 കിലോ കേര മീൻ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? അതിനായി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് പച്ച ചുവ മാറി വരണം. എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേടുകൂടാതെ നമ്മൾക്ക് കുറേ നാളത്തേക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കറികളിലൊക്കെ ചേർക്കാൻ എളുപ്പമുണ്ടാവും. ഞാനിത് അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി വിനീസ്ഡൈനിലുണ്ട്, കണ്ടു നോക്കണേ. ഇനി ഒരു 3 പച്ചമുളകും 5-6 ചുവന്നുള്ളി കട്ട് ചെയ്തതും 2-3 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പേസ്റ്റ് ചേർത്തെങ്കിലും കുറച്ച് മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 6 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് 6 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതാകുമ്പോൾ എരിവ് കുറവാണ്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയിൽ കിടന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. പച്ചച്ചുവ നന്നായി മാറി വരണം. ഇനി 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇനി ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം നമുക്ക്. അപ്പോൾ പച്ചച്ചുവയൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു 4 കഷ്ണം കുടംപുളിയാണ് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ അരമണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് വെള്ളത്തോടു കൂടി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പം വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്, കോക്കനട്ട് മിൽക്ക്. 4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്തതാണ്. വെള്ളം കൂടെ ചേർത്ത തേങ്ങാപ്പാലാണേ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതായിപ്പം തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഫിഷിൻ്റെ പീസസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മെല്ലെ നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ എന്താ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. നോക്കിക്കേ, നമ്മുടെ മീൻകറി നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് ഉപ്പ് ഒക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുവാണേ. ഞാൻ നോക്കി നമ്മുടെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന കേര മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. സിമ്പിളാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പവും കപ്പയുടെ ഒപ്പവും എന്തിന് ചപ്പാത്തിയുടെ ഒപ്പവും വരെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.